ഗോസംരക്ഷണത്തിന്റെ മറവിൽ ദളിതുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അടിയന്തര പ്രമേയമായിട്ടാണ് മായാവതി നോട്ടീസ് നൽകിയത്. സമയപരിധിയായ 3 മിനിറ്റ് കഴിഞ്ഞതോടെ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ ഇടപെട്ടതാണ് മായാവതിയെ പ്രകോപിപ്പിച്ചത്. വിഷയം അവതരിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കിയ മായാവതി പിന്നീട് രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഉത്തർപ്രദേശിൽ ഗുണ്ടാരാജാണെന്ന് കുറ്റപ്പെടുത്തിയ മായാവതി പാർലമെന്റിൽ തന്റെ വായ് മൂടിക്കെട്ടാനാണ് ശ്രമമെന്നും പിന്നീട് മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. मुझे अपने जो वीकर सेक्शन के लोग हैं, जो गरीब लोग हैं, जो किसान हैं, मजदूर हैं और खास तौर से जिस समाज से मैं ताल्लुक रखती हूँ, जब मेरे समाज के की बात भी मैं इधर हाउस में नहीं रख पाऊंगी तो मेरा इधर रहने का कोई फायदा। തുടർന്ന് വൈകിട്ടാണ് രാജ്യസഭാ ചെയർമാൻ ഹമീദ് അൻസാരിയെ കണ്ട് രാജിക്കത്ത് കൈമാറിയത്. മായാവതിക്ക് രാജ്യസഭയിൽ ഇനി 9 മാസത്തെ കാലാവധി കൂടിയേ ഉള്ളൂ. UP-യിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള MLA-മാരും BSPക്കില്ല. ദളിതുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സജീവമാക്കി നിർത്തി ഉത്തർപ്രദേശിൽ രാഷ്ട്രീയമായ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് രാജിയിലൂടെ മായാവതി ലക്ഷ്യമിടുന്നത്. എന്നാൽ മായാവതിയുടേത് നാടകമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി തിരിച്ചടിച്ചു. ലോക്സഭയിൽ കർഷക പ്രശ്നം ഉന്നയിക്കാനുള്ള പ്രതിപക്ഷ ശ്രമം സ്പീക്കർ സുമിത്ര മഹാജൻ അനുവദിച്ചില്ല. തുടർന്നുള്ള ബഹളത്തിൽ സഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.